ഹായ്, ഞാൻ സ്നേഹ. SL ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കുറേ കാഴ്ചപ്പാടുകൾ ഉണ്ടല്ലേ. അതായത് എൻ്റെ റിലേഷൻഷിപ്പിൽ എനിക്ക് എപ്പോഴും ഒരു വാല്യൂ കിട്ടും, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമുക്ക് എപ്പോഴും ഒരു കെയർ തരും, സ്നേഹം തരും, അതിൻ്റെ കൂടുതൽ റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറേ ആളുകളുടെ ലൈഫിൽ ഇങ്ങനെയല്ല സംഭവിക്കാറുള്ളത്. അതായത് സ്നേഹവും കെയറൊക്കെ ഓക്കെയാണ്, പക്ഷേ ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടാറില്ല എന്നുള്ളതാണ്. അതിന് കുറേ കാരണങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് പലരും ഫേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളത് തന്നെയാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി റെസ്പെക്റ്റ് കിട്ടണം, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ കുറച്ചുകൂടി ബഹുമാനിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, ആരാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടി റെസ്പെക്റ്റ് കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി. അതിനുള്ള കുറച്ച് ടിപ്സാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് പോയിന്റ്സ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മറ്റൊന്നല്ല, രണ്ടുപേരും പരസ്പരം കുറ്റപ്പെടുത്താതെയും കളിയാക്കാതെയും ഇരിക്കുക എന്നുള്ളതാണ്. ചില ആളുകളുണ്ട് ചെറിയ രീതിയിൽ ജഡ്ജ്മെന്റ് ചെയ്തുകൊണ്ട്, അതായത് ഒരു ജഡ്ജ്മെന്റൽ അപ്രോച്ചോട് കൂടിയിട്ട് തന്നെ പല കാര്യങ്ങളെയും കാണുക, അല്ലെങ്കിൽ പാർട്ട്ണറെ ആ രീതിയിൽ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് അതൊക്കെ വളരെ മോശമാണ്. നമ്മൾ ഒരു കാര്യത്തെയും അങ്ങനെ ഒരു ജഡ്ജ്മെന്റോട് കൂടി കാണേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ തന്നെയാണ് പരസ്പരം കളിയാക്കുക എന്നുള്ളത്. നോർമലി പല റിലേഷൻഷിപ്പിലും ചെറിയ രീതിയിൽ കളിയാക്കാറുണ്ട്. അതൊക്കെ ഒരു റൊമാൻസിന്റെ ഭാഗമായിട്ടോ അങ്ങനെ ചെറിയ രീതിയിലൊക്കെ കളിയാക്കുന്നത് പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം. അത് പുറത്തേക്ക് പോകുന്ന സമയത്ത്, അതായത് മറ്റാളുകളുടെ മുമ്പിൽ കുറച്ച് പബ്ലിക് ആയിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് കളിയാക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഈ ഒരു റൊമാൻസിന്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, ആരാണോ കളിയാക്കലിന് ഇരയാകുന്നത് അല്ലെങ്കിൽ കളിയാക്കപ്പെടുന്നത് അയാൾക്ക് അത് ഒരിക്കലും മറക്കാനും പറ്റില്ല എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ വിചാരിക്കുക എന്താണ്, മറ്റുള്ള ആളുകളുടെ മുമ്പിൽ നമ്മുടെ പാർട്ട്ണർ നമ്മളോട് റെസ്പെക്റ്റോട് കൂടി പെരുമാറണം, അത് മാത്രമല്ല നമ്മളോട് അത്രയും സ്നേഹമാണ് എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ ചിന്തിക്കണം എന്നുള്ളതാണ് അല്ലേ. അത് എല്ലാവരുടെയും ആഗ്രഹം, സ്വപ്നമൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ, അതായത് നമ്മളെ കളിയാക്കുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ ആ ഒരു സ്വപ്നത്തിനും ആഗ്രഹത്തിനൊക്കെ എതിരായിട്ടല്ലേ ഉണ്ടാവുന്നത്. അങ്ങനെ ആവുമ്പോൾ നമുക്കൊരിക്കലും സന്തോഷം ഉണ്ടാവില്ല. തിരിച്ചും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ അവരെ കളിയാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നോർമലായിട്ട് പറയുക. അതല്ലാതെ കളിയാക്കി കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ വളരെ കുഞ്ഞു കാര്യങ്ങൾക്ക്, അതായത് തമാശയൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കളിയാക്കാറില്ലേ, അതൊക്കെ സ്വാഭാവികമാണ്. അതല്ലെങ്കിൽ അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങളൊന്നും പറഞ്ഞ് കളിയാക്കരുത്. അവരുടെ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ കണ്ടുപിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നല്ലതല്ല. അത് നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ റെസ്പെക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ആദ്യം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സോറി പറയാൻ മടിക്കാതിരിക്കുക. ഇത് കുറേ പേർക്കുള്ളൊരു പ്രശ്നമാണ്. അത് എന്താണെന്നറിയോ, ചില ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, റിലേഷൻഷിപ്പിലാവുമ്പോൾ ഇതെൻ്റെ പാർട്ട്ണർ അല്ലേ, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ആളല്ലേ, ഞങ്ങൾക്കിടയിൽ സോറി പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ. എന്താ സോറി പറഞ്ഞാൽ, നമ്മൾ ചെയ്ത തെറ്റാണെന്നുണ്ടെങ്കിൽ സോറി പറയുന്നതാണ് മര്യാദ. അതല്ലാതെ സോറി പറയാതിരിക്കുക, ക്ഷമ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങോട്ട് പോയി കിട്ടും, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിന് ഈ ഒരു ഫ്ലോ കിട്ടില്ല എന്നൊക്കെ വിചാരിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. അങ്ങനെയൊന്നും അല്ല. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സോറി പറയണം. നമ്മൾക്ക് അതിൽ റിഗ്രറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഫീൽ ചെയ്താൽ അവർ ആ ഒരു കാര്യം ചിലപ്പോൾ മറക്കും, നമ്മൾ ചെയ്ത ഒരു തെറ്റ് മറക്കും. അതല്ലാതെ നമ്മൾ സോറി ഒന്നും പറയുന്നില്ല. ഇങ്ങനെ തെറ്റൊക്കെ ഉണ്ടായി, ആള് ചിലപ്പോൾ കണ്ടുപിടിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓക്കെ ആ തെറ്റ് എന്താന്നുള്ളതൊക്കെ എല്ലാവർക്കും മനസ്സിലായി. അപ്പോഴും നമ്മൾ ആ ഒരു തെറ്റിന് സോറി പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കുക എന്താണെന്നറിയോ, ഇവൻ അല്ലെങ്കിൽ ഇവള് മാറില്ല, എന്താ ജസ്റ്റ് ഒരു സോറി എങ്കിലും പറഞ്ഞുകൂടെ, ഞാൻ അത്രയും വിഷമിച്ചതല്ല ഒരു കാര്യത്തിന്, ആൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തപ്പോൾ എനിക്കല്ലേ അത് ഹേർട്ട് ചെയ്തത് എന്നൊക്കെ അവർ വിചാരിക്കും. അപ്പൊ അവിടെ ഒരു സോറിയുടെ ആവശ്യമുണ്ട് ശരിക്കും. അത് മാത്രമല്ല, നിങ്ങൾ സോറി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ രണ്ടാം പ്രാവശ്യം നിങ്ങൾ വീണ്ടും തെറ്റ് ചെയ്യും. അത് അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവർക്കത് കുറച്ചുകൂടി ഒന്ന് വിഷമം ഉണ്ടാക്കുക ചെയ്യാം. അപ്പോൾ പിന്നെ നിങ്ങളോടുള്ള വിശ്വാസം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ സോറി പറയണം. ചില സാഹചര്യങ്ങളിൽ സോറി പറഞ്ഞേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഇത് അങ്ങനെയുള്ള ബന്ധമല്ലേ, ഇങ്ങനെയുള്ള ബന്ധമല്ലേ, സോറിയുടെ ആവശ്യമുണ്ടോ, അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളുടെ ആവശ്യമൊന്നുമില്ല. സോറി പറയേണ്ടടുത്ത് സോറി പറഞ്ഞാൽ നിങ്ങൾക്ക് റെസ്പെക്റ്റ് പോവല്ല ചെയ്യുക, കിട്ടുകയാണ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നല്ല രീതിയിൽ വഴക്കൊക്കെ മിക്ക റിലേഷൻഷിപ്പിൽ ഉണ്ടാവാറുണ്ട്. അതുണ്ടാവുമ്പോൾ അത് കറക്റ്റായിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത് പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണെന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ, വഴക്കുണ്ടാകുന്ന സമയത്ത് നമ്മളൊക്കെ മനുഷ്യനല്ലേ, സ്വാഭാവികമായിട്ട് നമുക്ക് വാശി കൂടും. കുറച്ചുകൂടി അങ്ങോട്ട് വാശി കൂടുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ പോലെ എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് ആലോചിച്ച പോലും കിട്ടില്ല. അങ്ങനെയൊക്കെയാവും നമ്മൾ പറയണ്ടാവുക.
അതൊക്കെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നുണ്ടാവില്ല. കുറെ കഴിയുമ്പോൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഇവിടെ എന്നോട് മിണ്ടില്ല, അല്ലെങ്കിൽ ഇവരെന്നോട് സ്വപ്നത്തിൽ പോലും മിണ്ടുന്ന എനിക്ക് തോന്നില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അത് ശരിയാണ്. നമ്മൾ പറയുന്ന വേർഡ്സ് നമ്മളോടാണ് അവർ പറഞ്ഞതെന്നുണ്ടെങ്കിൽ നമുക്കത് സഹിക്കുന്നതിനപ്പുറമായിരിക്കും. ചിലപ്പോൾ അവരങ്ങനെ എന്തെങ്കിലുമൊക്കെ മോശമായിട്ട് നമ്മളോട് പെരുമാറി കഴിഞ്ഞാൽ നമ്മൾ വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ടാവും ചിലപ്പോൾ പ്രതികരിക്കുക എന്നുള്ളതാണ് ശരിക്കും വാസ്തവം. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ഒരു വഴക്കുണ്ടായാൽ അതിനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റല്ല ചെയ്യേണ്ടത്, കറക്റ്റായിട്ട് അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ വിജയമുള്ളത്. മാത്രമല്ല, പ്രത്യേകിച്ച് ഇങ്ങനെ വഴക്കൊന്നും ഉണ്ടാവുമ്പോൾ വലിയ രീതിയിൽ മോശം വാക്കുകൾ യൂസ് ചെയ്ത് അല്ലെങ്കിൽ വലിയൊരു വഴക്കിലേക്ക് കൊണ്ടുപോവാതിരിക്കുക, അല്ലെങ്കിൽ അടിയും വഴക്കും ഒന്നും ഇല്ലാതിരിക്കുക. ആ രീതിയിൽ ആരാണോ സോൾവ് ചെയ്യുന്നത് ആ ആളുകളോടാണ് എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവുക. നമ്മുടെ പാർട്ട്ണർ അങ്ങനെ ആവണം എന്നാണ് നമ്മൾ വിചാരിക്കുക. മിക്ക ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടെന്നറിയോ, എനിക്ക് കുറച്ച് വാശി കൂടുതലാണ്. അതായത് എല്ലാവരും അങ്ങനെ ചിന്തിക്കാം, എനിക്ക് കുറച്ച് വാശി കൂടുതലാണ്, അപ്പം എൻ്റെ പാർട്ട്ണർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, ഞങ്ങളുടെ പ്രശ്നം അങ്ങോട്ട് തീർന്നു പൊക്കോളും എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിക്കുന്ന അതേപോലെ ആവില്ല നിങ്ങളുടെ പാർട്ട്ണറും ചിന്തിക്കുക, എനിക്ക് കുറച്ച് വാശിയൊക്കെ ഉണ്ട്, അവൾ അല്ലെങ്കിൽ അവൻ വന്നിട്ട് ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ തീരും എന്ന് വിചാരിക്കും. അപ്പം ഇവിടെ എന്താ ഉണ്ടാവുക, ഒരു വാശിയാണ് രണ്ടുപേർക്കും, ഈഗോ പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പ്രശ്നം സോൾവ് ആവില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഒരു ബന്ധമാകുമ്പോൾ ഓക്കെ, വഴക്കൊക്കെ സ്വാഭാവികമാണ്, വഴക്കുണ്ടാവണം. ശരിക്കും സ്നേഹം കൂടുതലാവണം എന്നുണ്ടെങ്കിൽ വഴക്കുണ്ടാവണം. വഴക്കുണ്ടായില്ലെങ്കിൽ എപ്പോഴും ഒരേ രീതിയിലാണ് ആ ഒരു ഇഷ്ടം പോവുക. പരസ്പരമുള്ള ഒരു പ്രണയം എന്ന് പറയുന്നത് ആ ഒരു സെയിം ലെവലിൽ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഒന്ന് വഴക്കുണ്ടായിട്ട് പിന്നീട് അത് സോൾവ് ആവില്ലേ, ആ സമയത്ത് കുറച്ച് സ്നേഹം കൂടുതലായിരിക്കും. ആ സമയത്തുള്ള ഒരു ഫീല് മീൻസ് നമുക്ക് അവരോട് തോന്നുന്ന ഒരു ഇഷ്ടം, അവർക്ക് നമ്മളോട് തോന്നുന്ന ഇഷ്ടം ഒക്കെ കുറച്ചുകൂടി കൂടിയ ഒരു ലെവലിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് വഴക്കുണ്ടാവുന്നത് സ്വാഭാവികമാണ്, അതൊക്കെ ഉണ്ടാവേണ്ട കാര്യമാണ്. ഒരു റിലേഷൻഷിപ്പിലൊക്കെ വഴക്കുണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. വലിയ രീതിയിലല്ല, ചെറിയ രീതിയിലൊക്കെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന വഴക്കുകൾ അതൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവേണ്ട കാര്യം. പക്ഷേ ആ വഴക്കുണ്ടാവുന്ന സമയത്ത് നമ്മൾ അതിനെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതല്ലാതെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരിക്കലും അവരുടെ സ്നേഹവും റെസ്പെക്റ്റോ കിട്ടില്ല. നമ്മൾ സോൾവ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു കഴിവിലാണ് ശരിക്കും അവർക്ക് നമ്മളോടൊരു റെസ്പെക്റ്റ് ഒക്കെ കൂടാനുള്ള സാധ്യത ഉണ്ടാവുന്നത്. സോ നല്ല രീതിയിൽ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ, നിങ്ങൾ രണ്ടുപേരും എന്തായാലും പരസ്പരം സംസാരിക്കുമല്ലോ. ആ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ബഹുമാനത്തോടു കൂടി സംസാരിക്കുക എന്നുള്ളതാണ്. മിക്ക ആളുകളും അങ്ങനെ ചെയ്യാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. കുറെ പേര് ഞാൻ പറയുന്നില്ല, എങ്കിലും ഒരു പകുതിയോളം ആളുകൾക്ക് വരുന്നൊരു മിസ്റ്റേക്ക് അതാണ്. പക്ഷേ ഇന്നത്തെ ഒരു കാലത്ത് കുറേ മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും സംസാരിക്കുമ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ആളുകളാണ് ഒട്ടുമിക്ക ആളുകളും. അപ്പൊ നമുക്കത് ഭയങ്കര സന്തോഷം ഉണ്ടാവുന്ന കാര്യം, നമ്മുടെ പാർട്ട്ണർ നമ്മുടെ ഒരു ഫ്രണ്ടിനെ പോലെ ഉണ്ടാവുക എന്നുള്ളത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ചില ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എങ്ങനെയെന്നറിയോ, തീരെ റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുന്ന ആളുകളുണ്ട്. ആ രീതിയിലാവരുത് നമ്മുടെ റിലേഷൻഷിപ്പ് എന്നുള്ളത്. റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം, ബട്ട് ഫ്രണ്ട്ലി ആയിരിക്കണം. ആ രീതിയിൽ വേണം നിങ്ങൾ കൊണ്ടുപോകാനായിട്ട്. ഇപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആളെന്തെങ്കിലും പറയുമ്പോൾ നീ ഒന്നും മിണ്ടാണ്ടിരിക്കും, നീ ഒന്നും പറയണ്ട, എന്തെങ്കിലും അഭിപ്രായം പറയാൻ വരികയായിരിക്കും. ചിലപ്പോൾ ആ ഒരു അവർ പറയുന്ന ഒരു അഭിപ്രായത്തിലായിരിക്കും നമ്മുടെ ലൈഫ് ചിലപ്പോൾ മുന്നോട്ട് ഇങ്ങനെ നല്ല രീതിയിൽ പോകാൻ സാധ്യതയുള്ളത്. പക്ഷെ അതുപോലെ നീ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ തീർന്നില്ലേ? അപ്പോൾ അവിടെ എന്താ ഉണ്ടാവണത്, റെസ്പെക്റ്റ് ഇല്ലാതെ ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇങ്ങോട്ട് മാത്രം റെസ്പെക്ട് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അങ്ങോട്ടും കുറച്ച് കൊടുക്കാൻ ശ്രമിക്കുക. കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടാത്തതില്ല, ഉറപ്പായിട്ടും റെസ്പെക്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് രണ്ടുപേരും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ബഹുമാനത്തോടു കൂടി സംസാരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പേരെടുത്ത് വിളിച്ച് സംസാരിക്കുന്നതുകൊണ്ട് ബഹുമാനം പോകും എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. അങ്ങനെയൊന്നും ബഹുമാനം പോവില്ല. ചില ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന ഒരു പുരുഷന്റെ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിന്റെ പേര് വിളിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ. അതൊന്നും അങ്ങനെയൊന്നല്ല കേട്ടോ. നിങ്ങൾക്ക് പേരൊക്കെ വിളിക്കാം. ചില സമയത്ത് പേര് വിളിക്കുന്നതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത്. അതായത് ഇപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ പേര് ഇടയ്ക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് കുറച്ചുകൂടി ഇഷ്ടം കൂടും. ഇപ്പൊ നിങ്ങൾ സാധാരണ ഏട്ടാ എന്നൊക്കെയാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് മാറ്റിയിട്ട് പേര് വിളിക്കുക. അതൊക്കെ കുറച്ചുകൂടി രസമുള്ളതാണ്. പക്ഷെ ആള് കൂടി അക്സെപ്റ്റ് ചെയ്യാൻ കേട്ടോ, അല്ലാണ്ട് പറ്റില്ല. അങ്ങനെയുള്ളൊരു പേഴ്സൺ ആണെങ്കിൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ പേര് വിളിക്കുന്നതുകൊണ്ട് അതൊരു റെസ്പെക്റ്റ് ഇല്ലായ്മയുടെ ഇതോട്ട് അങ്ങനെയൊന്നും ഞാൻ കാണുന്നില്ല, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. സോ പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബാക്കി എല്ലാ കാര്യത്തിനും റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം. സംസാരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു ബൗണ്ടറി അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ കിടക്കാതിരിക്കുക, ലിമിറ്റ് വെക്കാതിരിക്കുക. അതായത് അവരെ കൺട്രോൾ ചെയ്ത് നിർത്താതിരിക്കുക എന്നൊക്കെ ഉള്ളതാണ്. അങ്ങനെയൊന്നും ചെയ്യരുത്.
തിരിച്ചും അങ്ങനെ തന്നെ ആവും നിങ്ങൾ ആ രീതിയിൽ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോട് റെസ്പെക്റ്റ് ഇല്ല, എൻ്റെ റിലേഷൻഷിപ്പിൽ എനിക്ക് തീരെ ബഹുമാനം കിട്ടുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള കുറേ പരാതിയും സംശയങ്ങളൊക്കെ മാറിക്കിട്ടും. അത് വേണ്ടിയിട്ട് ഇത് ചെയ്താൽ മതി. നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യങ്ങളിലൊന്നാണ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. മറ്റുള്ള ആളുകൾ നമ്മളെ റെസ്പെക്ട് ചെയ്യണം. പലരും പറയാറുണ്ട് മറ്റുള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ എന്നുള്ളത്. ചില കാര്യങ്ങളിൽ അത് അങ്ങനെ തന്നെയാണ്. നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ മാത്രം മതി, മറ്റുള്ളവരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മുടെ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ അത് നമ്മളുടേതാണ്. അതായത് നിങ്ങൾ അടങ്ങുന്നതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അവിടെ സ്നേഹം, കെയർ, റെസ്പെക്റ്റ്, ട്രസ്റ്റ് എല്ലാ കാര്യങ്ങളും വേണം. അപ്പം അതുകൊണ്ട് തന്നെ ആ റെസ്പെക്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. നിങ്ങളുടെ ലൈഫ് ലോങ് ആ ഒരു റിലേഷൻഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു റെസ്പെക്റ്റ് എന്ന് പറയുന്നതും നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നതൊക്കെ നിങ്ങളുടെ കൂടെ വേണ്ട കാര്യങ്ങളാണ്. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുവരെ ഇല്ലാതിരുന്ന ആ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അങ്ങോട്ട് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കൊടുക്കുക. ആ രീതിയിൽ അവരോട് ബിഹേവ് ചെയ്യുക. അപ്പോൾ തിരിച്ചും അങ്ങനെ തന്നെ ആവും, അതിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാവരുടെയും റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.